എൻ്റെ കുംഭമേള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ് കേട്ടോ. സോ ഞങ്ങൾ ഫ്ലൈറ്റിനാണ് പോയത്, കൊച്ചി ടു ഹൈദരാബാദ് ടു വാരണാസി. ഞങ്ങൾ ലാൻഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ പ്രയാഗ്രാജിലേക്ക് ഇറങ്ങി. ഒരു ടാക്സി എടുത്ത് കാലത്ത് തന്നെ നല്ല ഫോഗും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മാനേജബിൾ ആയിരുന്നു. പിന്നെ ഒരു 10-12 കിലോമീറ്റർ മുന്നേ തന്നെ അവർ ബാരിക്കേഡ് വെച്ച് ഔട്ട്സൈഡ് വെഹിക്കിൾസ് സ്റ്റോപ്പ് ചെയ്തു. സോ നടന്നു പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴേക്കും അതാ വന്നു കുറേ ബൈക്ക് ചേട്ടന്മാർ. അപ്പോൾ ഈ ബൈക്കുകാർ ഞങ്ങളവിടെ സംഘത്തിൻ്റെ അവിടെ തന്നെ ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംഘത്തിൻ്റെ അവിടെ എത്തി. പിന്നെ ഇവിടെ വന്നപ്പോഴുള്ള ആ തിരക്ക് കണ്ടപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ, ഒരു നിർബന്ധമില്ലാണ്ട് ഇത്രയധികം ആൾക്കാർ ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നും ഇവിടേക്ക് വരണമെങ്കിൽ അതൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. ആ വിശ്വാസത്തിൻ്റെ ശക്തിയെ പറ്റി ആലോചിച്ച് ഒന്ന് സ്റ്റണ്ടായിപ്പോയി. പിന്നെ ഞങ്ങൾ പോയിരുന്നോട്ട് അവിടെ ബോട്ടിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, തിരക്ക് കൂടിയതിൻ്റെ ആയിരിക്കണം. പക്ഷെ തീരത്ത് തന്നെ അവിടെ സ്നാൻ ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഉണ്ടായിരുന്നു. ബാരിക്കേഡ്സ് ഒക്കെ വെച്ച് നമ്മൾ ഒഴുകിപ്പോകാത്ത രീതിയിലുള്ള ഒരു സേഫ് സ്പേസ് ആയിരുന്നു. സോ ഞങ്ങൾ അവിടുത്തെ മെയിൻ റിച്വലായ അമൃത് സ്നാൻ ചെയ്യാനായിട്ട് ഇറങ്ങി. ഈ വെള്ളത്തിന്റെ കളർ നോക്കണ്ട, കാരണം തീരത്തെ മണ്ണ് ഈ വെള്ളത്തിൽ കലർന്നിട്ടാണ് ഇങ്ങനെ ഒരു കളർ വരുന്നത് കേട്ടോ. ശരിക്കും നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. പിന്നെ ഇവിടെ കുറി തൊട്ട് തരുന്ന എൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, തൃശ്ശൂലത്തിന്റെ ഡിസൈനിലൊക്കെ ഉള്ള നല്ല വെറൈറ്റി കുറി തൊട്ട് തരാൻ കുറേ ആൾക്കാർ അവിടെ നിരന്നിരിക്കുന്നുണ്ട് തീരത്തിന്റെ അടുത്ത് തന്നെ. ഞാൻ കണ്ടില്ലേ, കുറച്ച് അധികം ഡിസൈനിന്റെ നെറ്റിയുമുണ്ട്. പിന്നെ കുറേ വെറൈറ്റി സന്യാസിമാരൊക്കെ ഇതിലേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നല്ല അടിപൊളി പാവഭാജി വിത്ത് ലസ്സി കഴിച്ചു, നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ അഖാഡകളൊക്കെ കാണാൻ പോയി. അപ്പോൾ അവിടെയും ഫുഡ് വിതരണമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്, കണ്ടില്ലേ. പിന്നെ ഗ്രൂപ്പായിട്ട് സന്യാസിമാര് സംഘത്തിന്റെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഓൾ ഇൻ ഓൾ ഞങ്ങളുടെ കുംഭമേള എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ഇനിയും കുറച്ച് ദിവസം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ സോ ഡോണ്ട് മിസ് ദിസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കൂടുതൽ വീഡിയോസ് കാണാൻ എന്തായാലും ഫോളോ ചെയ്തോളൂ.